നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ മൊത്തത്തിൽ നോക്കിയാൽ സമീപകാലത്തൊക്കെ വഫാത്തായ മശായിഖന്മാരിൽ മഹാന്മാരിൽ കൂടുതൽ മാലകളും മൗലിദൊക്കെ രചിക്കപ്പെട്ട ആളാണ് കുത്തുബുൽ ആലം ഷെയ്ഖുന മടവൂർ. പിന്നെ അങ്ങനെ നമുക്കൊരു ആവേശം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു മാലി മൗലിദും നമുക്കും രചിക്കാൻ പറ്റി. മാഷാ അല്ലാഹ്. ഇതൊക്കെ പിന്നെ നമ്മളെ ഉസ്താദന്മാർക്കൊക്കെ വലിയ താല്പര്യം. ഞാൻ ഈ അസുറൂർ മൗലിദു ഷെയ്ഖുൽ മശായിഖ് മടവൂർ ഈ മൗലിദ് കിതാബ് എഴുതി ഇത് നമ്മൾ പിന്നെ അറബിയൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ച് കാണിക്കാൻ ഉസ്താദന്മാരത്ത് പോകുമല്ലോ. ഇത് കാണിക്കാൻ പോയ ഓരോ ഉസ്താദന്മാരും അവർക്കൊക്കെ ഓരോ ബന്ധങ്ങളും സംഭവങ്ങളും പറയാനുണ്ട് ഷെയ്ഖുനാനെ കുറിച്ച്. വലിയ സന്തോഷമായി. അപ്പോൾ ഇതിൽ നമ്മൾ കാവനൂർ ഒരുപാട് ഉസ്താദന്മാരുടെ നാടാണ്. എല്ലാ ഫന്നിലും മൂല്യന്മാരെ കിട്ടും. അത്രത്തോളം ആൾക്കാരുണ്ട്. കാവനൂർ ഒരു മഷൂറായ സാദി ഉസ്താദ്. അപ്പോൾ അവർ ഈ ഇതിലൊക്കെ കൈവുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ ഇത് ഈ മൗലിദായിട്ട് ചെന്നപ്പോൾ അവർ ഷെയ്ഖുനാനെ കുറിച്ച് ഒരു മൗലിദ് എഴുതിന്, കുത്തുബുൽ ആലം എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ. അത് വഫാത്തായി ഉടനെ തന്നെ ഒക്കെ എഴുതിയൊരു മൗലിദാണ്. അപ്പം അവർക്ക് ഷെയ്ഖുനായിട്ടുള്ള ആ ഒരു വലിയ ബന്ധത്തിൻ്റെ സംഭവങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. പിന്നെ മൗലിദ് കാണിക്കാൻ നമ്മളെ അതേമാതിരി ബീരാൻകുട്ടി ഉസ്താദ് കാവനൂർ തന്നെയുള്ള അറക്കൽ ദർശനത്തിന് അവർ അവിടെ ചെന്നപ്പം അവർക്കൊക്കെ ഷെയ്ഖുനാനെ കുറിച്ച് ധാരാളം സംഭവങ്ങളാണ്, വലിയ വലിയ മഹത്വങ്ങൾ, ആർക്കും ഒഴിവില്ല. പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ കാവനൂർ തന്നെ ഉള്ള മറ്റൊരു ഉസ്താദായിരുന്നു ആ മജ്മായിലൊക്കെ ദർസ് നടത്തിയിരുന്ന നീലൻ മുഹമ്മദ് മുസ്ലിയായിരുന്ന അവരുടെ പേര്. ആ ഉസ്താദ് എന്തൊരു സന്തോഷം. അവിടെ ഷെയ്ഖുനാൻ്റെ ഒരു വിഷയമെന്ന് കേട്ടപ്പോൾ അവർക്കൊക്കെ വല്ലാത്തൊരു റൗബത്ത്. ഈ നീലൻ മുഹമ്മദ് മുസ്ലിയാരൊക്കെ നമ്മോട് പറയാം, ഞാൻ ഒരുപാട് ഔലിയാക്കളെ പല സമയത്തും കണ്ടിട്ടുണ്ട്, പക്ഷെ മടവൂർ എനിക്ക് പ്രത്യേക ഒരു സന്തോഷമാണ് പലരും പറയും. നമ്മളെ അതിൻ്റെ ഇടയിൽ പറയാം, നമ്മളെ കീശേരി ഒരു ചരിത്രകാരൻ ഒരു സഞ്ചാരി ഉണ്ടായിരുന്നു ഇബിനും ബത്തൂത്തൻ്റെ ഒക്കെ മാതിരി. എൻ്റെ മീത പോവും. പാസ്പോർട്ട് തോന്നില്ല, പല ഭാഗത്തും പോയ ആൾ. അയാൾ ദർസിലൊക്കെ ഓതുന്ന സമയത്ത് ഷെയ്ഖുനാൻ്റെ അടുത്ത് പോയതാ. ഷെയ്ഖുനൊന്നും പുറത്തേ മന്ത്രിച്ചു. അങ്ങനെയുള്ള ഒരു പല സഞ്ചാരത്തേക്കും പോയി. ആ യാത്രയിൽ പല മഹാന്മാരും മൂപ്പര് കാണുന്നുണ്ട്. മൂപ്പരെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ CM മടവൂർ എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ ഒരു ടൈറ്റിലുണ്ട്. അപ്പം മൂപ്പര് സംസാരിക്കും, മൂപ്പര് പറയുന്നുണ്ട് ഒരുപാട് മഹാന്മാരൊക്കെ കണ്ടു, എന്നാലും മടവൂര് അതൊരു പ്രത്യേക ഒരവസ്ഥയാണ്. ഇങ്ങനെ പറയാത്ത ആളുണ്ടാവില്ല. പിന്നെ ഈ കിതാബ് നമ്മൾ കാണിക്കുക അതേമാതിരി നമ്മൾ മുഹമ്മദ് വാക്കവി മുണ്ടമ്പറമ്പ് അപ്പോൾ അടുത്ത് നല്ല കഴിവുള്ള ആളായിരുന്നു. അവർ ആമയൂർ ഉസ്താദിൻ്റെ പേരക്കുട്ടിയാണ്. ആമയൂർ മുഹമ്മദ് മുസ്ലിയാർ എന്നാണ് മഷൂറായ വണ്ടൂർ സദഖത്തുൽ മുസ്ലിയാരൊക്കെ ശിഷ്യനായിരുന്നു. അപ്പോൾ അന്ന് മടവൂർ ഷെയ്ഖുനാനെ പ്രത്യേക ബന്ധം സ്ഥാപിച്ച് ആമയൂർ ഉസ്താദ് അവിടുത്തെ വീട്ടിലൊക്കെ പലപ്പോഴും കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ആ ഒരു ബന്ധത്തിൽ അങ്ങനെ ഒരു ബന്ധം ഈ വാക്കവി ഉസ്താദിനുണ്ട്. മുണ്ടമ്പറമ്പ് നമ്മളെ ജാവിയയിലൊക്കെ അവർ വന്നിരുന്നു. അങ്ങനെ എല്ലാ ഉസ്താദന്മാരും. അതുപോലെ പാലക്കാട് EK അബൂബക്കർ മുസ്ലിയാർ, ജില്ലാ പാലക്കാടല്ല, നമ്മൾ തൃപ്പനച്ചി പാലക്കാട്. EK അബൂബക്കർ മുസ്ലിയാറിനെ നന്ദിയിലൊക്കെ ഇപ്പോൾ ദീർഘകാലം മുദരിസായി നല്ല കഴിവുള്ള ഒരു ആലിമ. ഉസ്താനത്ത് കൊണ്ടായപ്പോൾ മടവൂരിൻ്റെ അപ്പോൾ അവർ പറഞ്ഞു ഞാൻ ഈ താമസിക്കണ വീടും ഈ പറമ്പും ഇത് അവരെ വാക്കാണ്. ഇങ്ങനെ ഇത് പറയാത്ത ആൾക്കാരില്ല. അപ്പോൾ ഏതായാലും ഒരു വലിയ ഭാഗ്യമായി. മാലയും രചിച്ചു. മാല രചിച്ചപ്പോൾ പിന്നെ നമ്മൾ പിന്നെ അതിൻ്റെ റൂട്ടിലുള്ള ഓരോ ആൾക്കാരുണ്ടാവുമല്ലോ, അങ്ങനെ അതിന് പോയി. അവർക്കൊക്കെ അതിൻ്റെ ഓരോ ബന്ധങ്ങൾ പറയാനുണ്ടാവും. മടവൂർ ഷെയ്ഖുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ പ്രധാനമായിട്ടുള്ള മൗലിദുകൾ അതുപോലെ മാലകളൊക്കെ രചനകൾ വേറെ നടത്തുന്നുണ്ട്. മുന്നേ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അറിയാം, ഇപ്പോൾ മൗലിദ് കിതാബ് ധാരാളം ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ ഈ കാവനൂർ സാജി ഉസ്താദ് ഒരു ചെറിയ മൗലിദ് കിതാബാണ്. അത്യാവശ്യം വലുപ്പമുള്ള ഒരുപാട് കറാമത്തും വലിയ സംഭവമൊക്കെ പറഞ്ഞ മൗലിദ് കിതാബാണ്. പിന്നെ മുറ്റിച്ചൂര് ഉസ്താദിൻ്റെ ഷംസുൽമാൻ്റെ ഒരു കുടുംബ ബന്ധമുണ്ട്. വലിയ കുത്തുബുസ്സമാൻ എന്നാ അതിൻ്റെ തുടക്കത്തിൽ ചട്ടമേ തന്നെ ഉണ്ട്. അതായത് കുത്തുബുസ്സമാൻ കുത്തുബുൽ ആലം ഇതൊക്കെ ഷെയ്ഖുനെ പറഞ്ഞതാണ്. അന്ന് ഓരോരുത്തരുടെ ഇടയിൽ അവർ കേട്ടു പോകുന്നത് അവർ പ്രത്യേകം രേഖപ്പെടുത്തി. ഇപ്പോൾ കുത്തുബുസ്സമാൻ എന്നാണ് അവർ പ്രത്യേകം എഴുതപ്പെട്ട്. അതേമാതിരി വൈലത്തൂര് പിന്നെ തങ്ങൾ കുത്തുബുൽ ആലെന്ന് പ്രത്യേകം പ്രസംഗിക്കും ചെയ്യും. അവർ SYSൻ്റെ ഒക്കെ കീഴിലെന്ന് ഇറക്കിയ സ്മരണികയിൽ കുത്തുബുസ്സമാൻ എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊക്കെ ഉൾക്കൊള്ളണം. അവിടെയാണ് നമ്മളെ ആ ഒരു ബന്ധത്തിൻ്റെ വകുപ്പുള്ളൂ. പിന്നെ പകർ ഉസ്താദ് രചിച്ചിട്ടുണ്ട്
മൗലൂദ് പകൽ ഉസ്താദിൻ്റെ മൗലൂദ് ഉണ്ടല്ലോ. അതുപോലെ വളരെ ഉഷാറുള്ള ഒരു കൃതിയാണ് നമ്മളെ ബഷീർ സഖാഫി പിലാക്കൽ ഉസ്താദ് എഴുതിയത്. വലുതും ചെറുതൊക്കെ ഉണ്ട് തോന്നുന്നു. അങ്ങനെ ധാരാളം ആളുകൾ. മാലകളും ഉണ്ട്. മാലകൾ ഇപ്പം ഞാൻ പിന്നെ വയനാട് മൊയ്തു മുസ്ലിയാർ റഹ്മത്ത് മാല എന്ന് പറഞ്ഞിട്ട് ഷെയ്ഖുനാൻ്റെ പേരിലും മാല എഴുതിയിട്ടുണ്ട്. പിന്നെ കണ്ണൂരറ്റുള്ള ഒരു അഷ്റഫ് മൗലവി ഷെയ്ഖുനാനെ കുറിച്ച് മാല എഴുതിയിട്ടുണ്ട്. ഒക്കെ തുടക്കകാലത്ത് തന്നെ ഉള്ളതാണ്. അതിലൊക്കെ പല സംഭവങ്ങളും പറയുന്നുണ്ട്. വേറെ പിന്നെ ചില ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ വേറെ ചില സക്കാഫികളൊക്കെ തന്നെ വേറെ മാല എഴുതിയിട്ടുണ്ട്. ഓരോരുത്തരെ സായി അങ്ങനെ കൂട്ടത്തിലൊന്ന് ചെറുത് നമ്മളും മാഷാ അല്ലാഹ് നമുക്ക് എഴുതാൻ പറ്റി അൽഹംദുലില്ലാഹ്. ഈ മശായിഖന്മാരെ ഉറൂസുകളും അതുപോലെ മനാഖിബുകളൊക്കെ പറയുമ്പോൾ പ്രത്യേകമായിട്ട് സജീവമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നതാണ് മാലപ്പാട്ടുകൾ. മാലക്കയിൽ വലിയ സ്വാധീനമാണല്ലോ, ആർക്കും തിരിയല്ലോ. ഈ മാലകൾ എന്ന് പറഞ്ഞാൽ വേറെ നാടുകളിലുണ്ടോ? എങ്ങനെയാണ് ഇതിൻ്റെ ഒരു തുടക്കം? മാലകൾ ഉണ്ട്. ഇപ്പം തമിഴ്നാട്ടിലൊക്കെ ധാരാളം കാണും. തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ബന്ധത്തിലാണ് നമ്മളെ കേരളത്തിലൊക്കെ പോകുന്നത് എന്ന് പറയും. കേരളത്തിൽ ഖാദി മുഹമ്മദ് എന്നൊരു രചിച്ച മൊഹീദ്ദീൻ മാലയാണ് കൂടുതൽ കണ്ടതിൽ പഴക്കമുള്ളത്. കണ്ടതിൽ പഴക്കമുള്ളതും അതോടൊപ്പം അറബി മലയാളത്തിലെ പഴക്കമുള്ള കൃതിയും രണ്ടും അതാണ്. ഈ മൊഹീദ്ദീൻ മാല അന്വേഷിച്ച് മുമ്പൊക്കെ ഇങ്ങനെ കുറേ നടന്ന് അതിൻ്റെ നല്ലൊരു കോപ്പി നമ്മളെ കണ്ണൂർ അറക്കൽ രാജകുടുംബത്തിൽ നിന്നൊക്കെ കിട്ടിയേ. ഓരിതൊക്കെ സൂക്ഷിച്ചു പോയ ടീമായിരുന്നു. പിന്നെ ഖാദി മുഹമ്മദിൻ്റെ മൊഹീദ്ദീൻ മാല വന്ന് പിന്നെ അതിനെ തുടർന്ന് അതേ വഴിയിൽ പിന്നെ ഒന്ന് വന്നാൽ അതിനെ തുടർന്ന് ഒരുപാട് ഉണ്ടാവുമല്ലോ. കിതാബിലായാലും എല്ലാത്തിലും ഉണ്ടാവും. അങ്ങനെ ഒരുപാട്. അപ്പം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഒരു പഴക്കം ചെന്നത് മൊഹീദ്ദീൻ മാല തമിഴ്നാട്ടിലുണ്ട്, സജീവമായിട്ടുണ്ട്. ശരിക്കും എന്താണ് ഈ മാലപ്പാട്ടുകൾ? അതിൻ്റെ ഒരു ഉത്ഭവം എവിടുന്നാണ്? ഇപ്പോൾ ഈ വള്ളിക്കുന്ന് ബാലകൃഷ്ണൻ മാസ്റ്ററൊക്കെ പറഞ്ഞതായിട്ട് കാണുന്നുണ്ട്. ഈ നാടോടി പാട്ടുകളിൽ നിന്നും അതുപോലെ കാർഷിക രംഗത്തുള്ള അതുപോലുള്ള പാട്ടുകളിൽ നിന്നൊക്കെയാണ് മാലപ്പാട്ടുകൾ ഉണ്ടായിട്ടുള്ളത്. ഈ മൊഹീദ്ദീൻ മാലൊക്കെ ഇവിടെ വലിയ ചർച്ചയാണ്. അതാ രസം. മുജാഹിദുകളൊക്കെ ഇതിനെ എതിർക്കും. അതേസമയത്ത് ഇവിടുത്തെ അറബി മലയാളത്തിലുള്ള പഴയ ഒരു കൃതി എന്ന നിലക്ക് അതിനെ ഒഴിവാക്കാൻ പറ്റൂല, മാറ്റി നിർത്താൻ പറ്റൂല. അപ്പോൾ അത് സജീവ ചർച്ച വരും. ഈ ചർച്ച വന്നിട്ട് ഈ മൊഹീദ്ദീൻ മാല പഠനം എന്ന് പറഞ്ഞിട്ട് പല പഠനങ്ങളും നടക്കുന്നുണ്ട്. അതിൽ സുന്നികളും അസുന്നികളും അല്ലാത്തവരൊക്കെ നടത്തും. പിന്നെ ഓരോരുത്തർക്ക് ചർച്ച ചെയ്യാലോ. അപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി വള്ളിക്കുന്ന് ബാലകൃഷ്ണൻ സാറും ഇങ്ങനെയുള്ള പല ആൾക്കാർ അവരുടേതായ ഒരു സ്ഥാനത്തിരുന്നിട്ട് അതിനെ വിലയിരുത്തുക. അപ്പോൾ അവർ കണ്ട ഈ മാലപ്പാട്ട് എന്നുള്ളതിൻ്റെ ഒരു തുടക്കം അന്ന് പഴയ കാലത്തേക്ക് ഈ നാറൊക്കെ നടാകുമ്പോൾ ഈ നാടോടി പാട്ടൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു പാട്ട് പ്രചാരണത്തിന് അതേ ഒരു ടോണിൽ ഒന്നിങ്ങോട്ട് എഴുതി പോന്നാൽ ജനങ്ങൾക്കത് ഉൾക്കൊള്ളാൻ എളുപ്പമായിരിക്കും. അങ്ങനെയാണ്, അതാണ് മാല. മാല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പ്രയോഗം അതിൻ്റെ രണ്ടർത്ഥത്തിൽ പറയാം. എന്നിപ്പോൾ ഈ മൊഹീദ്ദീൻ മാല റിഫായ് മാല എന്നൊക്കെ പറയുമ്പോൾ അവരെ മനാക്കിബുകൾ മാലകളിൽ ചിലപ്പം ഇപ്പോൾ മൊഹീദ്ദീൻ മാലയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ കുറേ ഭാഗം ഷെയ്ഖ് പറഞ്ഞ മഹത്വങ്ങളാണ്. എന്നെപ്പോൾ ഒരു അങ്ങനെ പിന്നെ ആകാശത്തും മേലും ഭൂമിക്ക് താഴെയും അവരെ കുറിച്ച് പറഞ്ഞത് സ്ഥാനങ്ങൾ. പിന്നെ അവരെ പരിശോധിക്കാൻ ചെന്ന കുറേ മൂല്യന്മാർ അങ്ങനത്തെ കഥകൾ, സംഭവങ്ങൾ, മുട്ടിപ്പാനായി മുതിർന്ന അന്നത്തെ കാലത്ത് അവരെ എതിർത്ത ആളുകൾ, അവരെ അനുകൂലിച്ച ആളുകൾ, പിന്നെ അവരെ കറാമത്തുകൾ, സത്യജഗത്തിന് ജീവൻ ഇടിയിച്ചവർ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ, പിന്നെ അവരെ ഇടതേടി ദ്വായകൾ, ഇങ്ങനെ 2-3-4 വകുപ്പ് ഉണ്ടാവും. അപ്പോൾ മാലയിൽ നമ്മളിങ്ങനെ പലതും കോർത്ത് നടക്കുമല്ലോ. അപ്പോൾ ആ നിലക്ക് ഇതിനൊക്കെ മാല എന്ന് പറയാന്നുള്ളൊരു കണ്ടെത്തലുണ്ട്. പക്ഷെ അത് അങ്ങനെ പറയാം. പക്ഷെ നമ്മൾ ഇപ്പം ഖാദി മുഹമ്മദൊക്കെ അല്ല ഇത് ഉണ്ടാക്കിയത്. ആ ആലിമീങ്ങളും വിഷയത്തിലേക്ക് തട്ടിച്ചു നോക്കും. ഈ മാലപ്പാട്ടുകൾക്ക് ഒരു ഇതിൻ്റെ അടിസ്ഥാനം വെച്ചാൽ കിതാബ് തന്നെ കാണാം. മാല എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെ മവാലിയ എന്നാണ്. മവാലിയ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് കാണാം നൗമിന ശാരി ലാമി, പൊതുജന പാട്ട്, ഏത് സാധാരണക്കാരനും മനസ്സിലാക്കി പാടി പോകാൻ പറ്റിയ അങ്ങനത്തെ പാട്ടിൻ്റെ ഗ്രൂപ്പ്. ആ ഒരു നൗഇന് പറയുന്ന പേരാണെന്ത്? മവാലിയ. ഈ മവാലിയ എന്നുള്ള പിന്നെ അടക്കുള്ള വാവും അവസാനമുള്ള യാവും ഇതൊക്കെ നമ്മളെ ആൾക്കാരല്ലേ. മുഹമ്മദ് കുട്ടി മമ്മൂട്ടിയാണ് ഔറാന്നൊക്കെ അറിയാൻ ഔറാന്നല്ലേ അറിയാം. വാവും ഇതൊക്കെ പോവും. അങ്ങനെ അതിങ്ങോട്ട് ലോപിച്ചാണ് ഈ മാല. മവാലിയ എന്നുള്ള അവസാനത്തെ അലിഫും ഇടക്കുള്ള ലാമെല്ലാം കൂടി നിന്നാണ്ട് മാല എന്ന്, അതാണ് മാല. അതിനൊരു പിന്നെ പറയും ഈ മവാലിയ എന്ന് പറഞ്ഞാൽ ഇസ്മു ഇമ്രാഅത്തിൽ നിന്ന് കാണാം, ഒരു പെണ്ണിൻ്റെ പേരാണ്. അതായത് ആ പെണ്ണിന് വേണ്ടപ്പെട്ട ഒരാൾ മരണപ്പെട്ടു. അപ്പം അന്ന് ഒരാൾ മരണപ്പെട്ട അയാൾക്ക് ഈ അറബികളിൽ പിന്നെ അയാളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു മദ്ഹ് പാടും. ഇയാളെക്കുറിച്ച് ആരും മദ്ഹ് പാടിയില്ല, അതിൽ ഈ പെണ്ണ് പാടിയില്ല. അപ്പം ആ പെണ്ണ് പാടിയപ്പോൾ എന്ത് ചെയ്തു? അത് ആ പെണ്ണിൻ്റെ പേരിൽ അറിയപ്പെട്ടു. അപ്പം അങ്ങനെ അറിയപ്പെട്ടോണ്ട് പിന്നെ അതിൽ ഈ അറബി ഷിയാറിന് പറഞ്ഞ എല്ലാ കാനൂനൊന്നും അതിൽ ഒത്തോണമെന്നില്ല.
കാരണം ഇത് പല ഭാഗത്തും ഉണ്ടാക്കുമല്ലോ. അതോട് പിന്നെ അങ്ങനെ വരുന്നതിനൊക്കെ അതിനെന്ത് പേരിട്ടു? മവാലി. ആ പെണ്ണിൻ്റെ പേരിൽ അറിയപ്പെട്ടു. പിന്നെ അത് മാലാന്ന്. ഇപ്പം നമ്മളെ കൊണ്ടോട്ടി നിറച്ചിട്ടുണ്ട് തട്ടാൻപെട്ടി, ലാസ്റ്റ് വരവാണ്. തട്ടാന്മാർ അവർക്കുള്ള നേർച്ച സാധനങ്ങളും മറ്റൊക്കെ ആയിട്ട് വരികയാണ്. അത് തട്ടാൻപെട്ടി എല്ലാവരും മഷൂറാണ്. പിന്നെ ഒരു സ്വഭാവമുണ്ട്, ഒരു സഭയ്ക്ക് ലാസ്റ്റ് വരുന്ന ആള് ഓനെ പറ്റി എന്താ പറയും? തട്ടാൻപെട്ടി വരുന്നുണ്ട് കാര്യം എന്നതുപോലെ പറയാം. അപ്പോൾ ഈ മവാലിയ കിതാബിലൊക്കെ കാണാം നൗമിന ശേരി ലാമി, കണ്ടോ? അതിൻ്റെ വസിൻ എന്താന്നാ കണ്ടോ? വൽ മവാലിയ നൗമിന ശാരി, അതൊക്കെ പലയിടത്തും നമ്മളെ കിതാബിലൊക്കെ കാണാം. വഹു മിൻ ബഹരിൽ ബസീത്ത്, അതിൻ്റെ ബഹർ ബസീത്താണ്. ബസീത്താണ് നമ്മൾ ബുർദൻ്റെ ഒക്കെ മുസ്തഫീലുൻ ഫായിലുൻ മുസ്തഫീലുൻ ഫായിലു, അതിന് 2-3 നൗ വരുമല്ലോ. അപ്പോൾ അതാണ്. അല്ലാതെ അപ്പം കാദിമാമന്ദിൽ പിന്നെ അവർ ചൊന്ന ബൈത്തിന്നും ബഹുജാക്കി അതൊക്കെ പോയിട്ട് പിന്നെ ബൈത്താക്കി ചൊല്ലുന്നൻ, ബൈത്താക്കിയിട്ട് ഞാൻ ചെല്ലുകയാണ്. അപ്പം അറബി ബൈത്തിൻ്റെ ഒരു വസനം ഒപ്പിച്ചിട്ടാണ് ഞാൻ ചെല്ലുന്നത്. അപ്പം നാടോടിപ്പാട്ടിന്ന് പോരുന്ന സംഭവം എന്നല്ല. അപ്പം നമ്മളത് ചൊല്ലി നോക്കിയാൽ അപ്പം അങ്ങനെ ഉണ്ടാവും. ഇപ്പം നമ്മൾ അമിൻ താസക്കൂരിജി റാനിം ബിദി സാലമി മസജിതദം മഞ്ചറ മിമ്മുഖലത്തിൻ ബിദമി, അല്ലാഹ് തീരിഫേരും ഇങ്ങനെ പോരും. അവരൊന്ന് നന്നായി ഒരു നോക്ക് നോക്കൂകിൽ അതിനാൽ വലിയ നീലനെ കൊടുത്തോവർ, അങ്ങനെയാണ് പോരുക. അപ്പോൾ ഈ മവാലിയ എന്നുള്ളതാണിത് മാല, അല്ല നാടോടിപ്പാട്ടൊന്നും മറ്റൊന്നും വന്നതല്ല എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ പിന്നെ അതിൽ വിട്ടുവീഴ്ചകൾ ധാരാളമാണ്. അറബി ഷീറിന് ഒക്കണം എല്ലാ നിയമമൊന്നും അതിൽ ഒക്കേണ്ടതും ഇല്ല എന്നുള്ളത് അതിൽ തന്നെ പ്രത്യേകം കാണാൻ പറ്റും. അൽ മവാലിയ വഹുവ മിനൽ ഫുനൂനില്ലത്തി ലാ യൽസമു ഫിഹാ മുറാഅത്തു ഖവാനീനിൽ അറബിയ, അറബിയിലുള്ള എല്ലാ നിയമം, കാരണം അറബി മലയാളമൊക്കെ ഒപ്പിച്ച് പോകണല്ലേ. അപ്പം ഇനി ചിലയിടത്തെ ഹർക്കത്ത് ചിലയിടത്തെ സുക്കുനയിലൊക്കെ വിട്ടുവീഴ്ച ഉണ്ടാവും. ആ ഒരു ടൂണ് ഏകദേശം ഉണ്ട് വെക്കും. അപ്പം നമ്മൾ ബുർദൻ്റെ ഒക്കെ ബസീത്ത് എന്നുള്ള ആ റൂട്ട് ഒത്തിട്ട് വരുന്ന ഇതാണ്, അതാണ് ഇതിൻ്റെ ലൈന്. അത് നമ്മളതിൻ്റെ ഇത് ചൊല്ലി നോക്കിയാൽ ഇങ്ങനത്തെ മവാലി പാട്ടുകൾ പഴയ കാലത്ത് പല നാട്ടിലുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ തമിഴ്നാട്ടിൽ പറഞ്ഞ മാതിരി അറേബ്യയിൽ തന്നെ പല നാട്ടിലുണ്ട്. അതിൻ്റെ തുടക്കമൊക്കെ പിന്നെ കാണുന്നത് ഈ അബ്ബാസി ഭരണകൂടത്തിലാണ് ഇത്തരം സംഭവങ്ങൾ തുടങ്ങി വന്നത് എന്നുള്ള, അബ്ബാസി ഭരണ കാലഘട്ടത്തിൽ. അപ്പോൾ കുറേ മുമ്പ് തുടങ്ങി വന്നതാണ്. അതാണ് മാല.